Good morning, dear children. Welcome to science class. In this class, we will learn about some changes in our environment. Okay, changes in our environment. You all know that our environment is consist of many living and non-living things like air, water, land, plants and animals. They interact with each other. അറിയാലോ നമ്മുടെ എൻവയോൺമെന്റിലെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് കാണപ്പെടുന്നുണ്ട്. They interact with each other. But human beings change the environment to suit their needs. എങ്ങനെയാ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹ്യൂമൻ ബീങ്സ് മനുഷ്യർ എന്ത് ചെയ്യുന്നു? അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എൻവയോൺമെന്റിനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. The case of our great grandparents, they lived in a very different environment. There we can see a well ventilated space and we can see also greenery all around. And there were few electric gadgets, less vehicles on the road and fresh air. അതായത് കുറേ കാലം മുൻപ് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഭൂമിയിൽ എവിടെയും എന്തായിരുന്നു? നല്ല ഗ്രീനറി ആയിരുന്നു. ലെസ് വെഹിക്കിൾസ് ഓൺ റോഡ് ആൻഡ് ഫ്രഷ് എയർ, ഫ്രഷ് എയർ ആയിരുന്നു ഉണ്ടായിരുന്നത്. Gradually human beings have changed the grasslands around them into farmlands. പിന്നെ എന്ത് സംഭവിച്ചു? ഗ്രാസ്ലാൻഡ്സ് ഒക്കെ farmlands ആയിട്ട് മാറി. Parts of the forests have been cut down to build colonies and factories. ഫോറസ്റ്റ് ഒക്കെ വെട്ടി നശിപ്പിച്ചു കോളനീസും ഫാക്ടറീസും ഒക്കെ പണിയാൻ വേണ്ടി എല്ലാം വെട്ടി നശിപ്പിച്ചു. Okay, human activities have made some changes in the atmosphere too. നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നില്ലേ? മനുഷ്യരുടെ ആക്ടിവിറ്റി മുഖേന അറ്റ്മോസ്ഫിയറിൽ വരെ എന്തുണ്ടായി? ചേഞ്ചസ് ഉണ്ടായി. Factories are set up every day to meet increasing demands. The number of vehicles on road is also increased. ഇപ്പോ വാഹനങ്ങളുടെ എണ്ണം day by day increase ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. And they also produce large amount of smoke in the atmosphere that will cause pollution to land, water and air pollution. ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് atmosphere also change. Okay, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പറ്റിയാണ്. എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? Here you can see the picture of a glass house. This is called the greenhouse. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് വളർത്തുന്നുണ്ട്? ചെടികൾ വളർത്തുന്നുണ്ട് ഡ്യൂറിംഗ് ദ വിന്റർ സീസൺ. ഓക്കെ, ഇനി എന്താണ് ഈ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്? The sun's rays pass through the glass and warm up inside of the house. എന്താ ചെയ്യുന്നത്? അതായത് സണ്ണിൽ നിന്ന് വരുന്ന റേസ് ഈ ഗ്ലാസ്സിലൂടെ ഈ ഹൗസിൽ എൻ്റർ ചെയ്യും. എന്നിട്ട് ആ ഗ്ലാസ് ഹൗസ് ഫുള്ളായിട്ട് ചൂടായി. ഈ ഗ്ലാസ് ഹൗസിൽ നമ്മൾ പ്ലാന്റ്സിനെ വളർത്തും. എങ്ങനെയാണ് ഈ ഗ്ലാസ് ഹൗസിന്റെ ഉൾഭാഗം ചൂടാവുന്നത്? ഇങ്ങനെയാ. The infrared rays and the visible rays from the sun bring in heat and light energy, and the glass walls of the greenhouse do not allow this heat to escape. അതായത് ഈ ഗ്ലാസ് ഹൗസ് എന്താ ചെയ്യുന്നത്? സണ്ണിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേസിനെയും വിസിബിൾ റേസിനെയും ഉള്ളിലേക്ക് കടത്തും. എന്നിട്ടോ പിന്നീട് ഈ ഹീറ്റിന് പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ ഉള്ളു മുഴുവനും ചൂടായിട്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the earth atmosphere is a blanket of gases. നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ എന്ന് പറഞ്ഞാല് കുറേ അധികം ഗ്യാസസ് കാണപ്പെടുന്നുണ്ട്. ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, വാട്ടർ വേപ്പർ, ഇതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ചുറ്റും കാണപ്പെടുന്നതാണ്. ഇവ എന്ത് ചെയ്യുന്നു പറഞ്ഞാല് ഹീറ്റ് എനർജിനെ ട്രാപ്പ് ചെയ്തു. പിന്നീട് അത് തിരിച്ച് സ്പേസിലേക്ക് പോകുന്നത് തടയും. അപ്പൊ എന്തു പറ്റും?
ഈ ഹീറ്റിനെ മുഴുവൻ ട്രാപ്പ് ചെയ്ത് വെച്ചാല് അറ്റ്മോസ്ഫിയർ എന്താകും? നന്നായിട്ട് ചൂട് പിടിക്കില്ലേ? അപ്പൊ എർത്ത് എന്താവും? നന്നായിട്ട് വാമായി മാറും. സോ these gases are called greenhouse gases. എന്താ പറയാ? ഇതിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. ഈ എഫക്റ്റിന് എന്ത് പറയും? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നും പറയും. അങ്ങനെ സണ്ണിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് റേസും വിസിബിൾ റേസിനെയും ഒക്കെ എന്ത് ചെയ്യും? ട്രാപ്പ് ചെയ്ത് വെക്കും, തിരിച്ചു പോകാൻ അനുവദിക്കാതെ. ഇങ്ങനെ ചെയ്യുന്ന ഗ്യാസസിനെ നമ്മൾ എന്ത് പറയും? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നും ഈ എഫക്റ്റിനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുമാണ് നമ്മൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് മുഖേന നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇൻഫ്രാറെഡ് റേസിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, അളവ് കൂടുതലായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, കാർബൺ ഡയോക്സൈഡ്. ദിസ് ഇസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് നമ്മൾ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലേ? കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന എന്ത് സംഭവിക്കും? ഭൂമിയിലെ ചൂടും അതേപോലെ തന്നെ നിൽക്കും. ഭൂമി കൂടുതൽ കൂടുതൽ വാമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഹൗ ദിസ് കാർബൺ ഡയോക്സൈഡ് എൻ്റർ ഇൻടു എങ്ങനെയാണ് ഇതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത്? Due to the burning of fossil fuels and the destruction of rainforest. Rainforest നശിപ്പിക്കുന്നതിലൂടെയും അതേപോലെ ഫോസിൽ ഫ്യൂവൽസ് എങ്ങനെ കത്തിക്കുന്നതിലൂടെയാണ് കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ കൂടി വരുന്നത്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് ഭൂമിയിലേക്ക്, അതായത് അറ്റ്മോസ്ഫിയർ ട്രാപ്പ് ചെയ്ത് വെക്കുന്ന ഹീറ്റിന്റെ അളവും. ഓക്കെ, സോ കാർബൺ ഡയോക്സൈഡ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. മീഥേൻ. മീഥേൻ ഈസ് എ നാച്ചുറൽ ഗ്യാസ്. മീഥേൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഗ്യാസ്. സാധാരണയായിട്ട് മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഈ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറേ എമൗണ്ട് മീഥേൻ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആനിമൽസിൽ നിന്നുള്ള വേസ്റ്റിലൂടെയും അറ്റ്മോസ്ഫിയറിൽ മീഥേൻ എത്തുന്നുണ്ട്. ഈ മീഥേനും ഇതേപോലെ തന്നെ ഹീറ്റിനെ ട്രാപ്പ് ചെയ്തു, തിരിച്ചു പോകാതെ ട്രാപ്പ് ചെയ്തു. ഇതും ഭൂമിയെ എന്താക്കും? ചൂടുള്ളതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. So methane is a natural gas. When grass-eating animals digest their food, their system releases a large quantity of methane into the atmosphere. The waste from the animals called manure releases more methane into the atmosphere. Methane traps heat from the earth and makes it warm. Okay. Next is water vapor. Water vapor 35 മുതൽ 75% വരെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്നതാണ്. അതായത് നമ്മുടെ ഭൂമിക്ക് ചുറ്റും കാണപ്പെടുന്ന വാട്ടർ വേപ്പർ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാണ്. 35 to 75% വരെ എന്തിന് കാരണമാകുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓസോൺ ആൻഡ് CFs. എന്താണ് ഓസോൺ ആൻഡ് CFs? ഓസോൺ നമ്മൾ പഠിച്ചതാണ്. Ozone layer is found in the stratosphere. Where we can see ozone layer? In the stratosphere. Okay. What do you mean by CFC? And the CFC? CFC is chlorofluorocarbon. Chlorofluorocarbon. That are chemicals widely used in refrigerators, air conditioners, and many other industrial processes. അതായത് നമ്മുടെ റെഫ്രിജറേറ്റേഴ്സിലും അതേപോലെ തന്നെ എയർ കണ്ടീഷൻസിലും പിന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൊക്കെ വളരെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് CFC, ക്ലോറോഫ്ലൂറോകാർബൺ. ഇതും എന്തിന് കാരണമാകുന്നുണ്ട്? they too warm up the atmosphere. ഈ ഗ്യാസിലൂടെയും നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്? ചൂട് പിടിക്കും. ഇതൊക്കെയാണ് എന്ത് ഗ്യാസസ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാല്? ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഭൂമിയിലേക്ക് വരുന്ന, അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന സണ്ണിന്റെ റേസിനെ ട്രാപ്പ് ചെയ്ത് വെക്കുകയും തിരിച്ചു വിടാതെ ഭൂമിയെ ചൂട് പിടിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് എന്ത് പറയാ? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. The gases that do these activities are called greenhouse gases. Which are the greenhouse gases? Carbon dioxide, methane, water vapor, ozone and CFCs are some
greenhouse gases. Okay, here this picture you can see from the sun some rays are coming to the earth. ഭൂമിയിലേക്ക് എന്ത് വരുന്നുണ്ട്? സണ്ണിൽ നിന്ന് റേസ് വരുന്നുണ്ട്. ആ sunlight is reflected by the earth and the atmosphere. ഈ സണ്ണിൽ നിന്ന് വരുന്ന ഈ ലൈറ്റിനെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇത് എർത്തും അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറും തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് ചൂടുണ്ടാക്കുന്നത് അധികവും. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് ആൻഡ് റീഎമിറ്റഡ് ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യും? ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യും, പിന്നെ റീഎമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദിസ് വാംസ് അപ്പ് ദ എർത്ത് സർഫേസ്. അങ്ങനെയാണ് ഭൂമിയുടെ സർഫേസ് എന്താവുന്നത്? ചൂട്. ഓക്കെ, some of the solar radiation is absorbed by the earth's surface. Some solar radiation ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെ അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? ഗ്രീൻ ഹൗസ് എഫക്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, സോ study this. Okay, bye dear children.